നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ശ്രീമദ് നാരായണീയം ദശകം 12 ശ്ലോകം 4. കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ ഭഗവാന്റെ വരാഹാവതാരമാണ് കണ്ടത്. അതായത് ബ്രഹ്മാവിൻ്റെ നാസികാദ്വാരത്തിൽ നിന്ന് ഒരു പന്നിക്കുഞ്ഞിൻ്റെ ആകൃതിയോടെ ലോകരക്ഷാർത്ഥം അത്യത്ഭുതമായ അവതാരം സ്വീകരിച്ചു. ഇനി ബാക്കി ഭാഗം നോക്കാം. 4-ാമത്തെ ശ്ലോകം. അങ്കുഷ്ടമാത്ര വപുരുൾ പതിത പുരസ്താദ് ഭൂയോദകും വിസദൃശ സമജിംബദാസ്ത്വം അഭ്രേതദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചേർ വിസ്മേരതാം വിധിരഗാഡ് സഹസൂനു വിശ്വേ. അങ്കുഷ്ടമാത്ര വപുഃ ഉൽപതിതഃ പുരസ്താദ് ഭൂയഃ അത കുംഭിസദൃശഃ സമജിംബദാഃ ത്വം അഭ്രേ തദാവിധം ഉദീക്ഷ്യ ഭവന്തം ഉച്ചൈർ വിസ്മേരതാം വിധിഃ അഗാദ് സഹ സൂനുഭിഃ സ്വൈഃ. അങ്കുഷ്ടമാത്രവപുരുൽപതിത പുരസ്താദ് ഭൂയോദകുംഭി സദൃശ സമജിംബദാസ്ത്വം അഭ്രേ തദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാഡ് സഹ സൂനുഭിഃ സ്വൈ. ത്വം പുരസ്താദ്, നിന്തിരുവടി ആദ്യം അങ്കുഷ്ടമാത്ര വപുഃ ഉൽപ്പതിത, ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിൽ പുറത്തു ചാടി. അത ഭൂയ, പിന്നെ ക്രമേണ കുംഭി സദൃശ സമജിംബത, ആനയുടെ വലിപ്പത്തിൽ വളർന്നു. വിധിഹി, ബ്രഹ്മാവ് അബ്രേ, ആകാശത്തിൽ, തഥാവിധം, അപ്രകാരം, ഉച്ചൈഹി ഭവന്തം ഉദീക്ഷ്യ, ഉന്നത ശരീരനായ നിന്തിരുവടിയെ കണ്ടിട്ട്, സ്വൈഹി സൂനുഭിഹി സഹ, തൻ്റെ മരീജാതി പുത്രന്മാരോടൊപ്പം, വിസ്മേരതാമകാത്, വിസ്മയത്തെ പ്രാപിച്ചു. നിന്തിരുവടി ആദ്യം ഒരു പെരുവിരലിൻ്റെ വലിപ്പത്തിൽ പുറത്തു ചാടി, പിന്നെ ക്രമേണ ആനയുടെ വലിപ്പത്തിൽ വളർന്നു. ബ്രഹ്മാവ് ആകാശത്തിൽ അപ്രകാരം ഉന്നത ശരീരനായ നിന്തിരുവടിയെ കണ്ടിട്ട് തൻ്റെ മരീജാതി പുത്രന്മാരോടൊപ്പം വിസ്മയത്തെ പ്രാപിച്ചു. അങ്കുഷ്ടമാത്രവപുരുൽപതിത പുരസ്താദ് ഭൂയോദകുംഭി സദൃശ സമജിംബദാസ്ത്വം അഭ്രേ തദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാഡ് സഹ സൂനുഭിഃ സ്വൈ. അങ്കുഷ്ടമാത്രവപുരുൽപതിത പുരസ്താദ് ഭൂയോദകുംഭി സദൃശ സമജിംബദാസ്ത്വം അഭ്രേ തദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാഡ് സഹ സൂനുഭിഃ സ്വൈ. അങ്കുഷ്ടമാത്രവപുരുൽപതിത പുരസ്താദ് ഭൂയോദകുംഭി സദൃശ സമജിംബദാസ്ത്വം അഭ്രേ തദാവിധമുദീക്ഷ്യ ഭവന്തമുച്ചൈർ വിസ്മേരതാം വിധിരഗാഡ് സഹ സൂനുഭിഃ സ്വൈ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.